ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 3 PSC ഹോട്ട് ടോപ്പിക്കാണ് മുൻകാല ചോദ്യങ്ങളിലൂടെ ഇതുവരെ നടന്ന എല്ലാ ചോദ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന്, കേരളത്തിലെ ആദ്യകാല പ്രസിദ്ധീകരണങ്ങൾ. കേരളീയ സുഗുണബോധിനി കേരളത്തിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ തന്നെ പശ്ചിമ താരകം, പശ്ചിമോദയം, അങ്ങനെ പത്രങ്ങൾ, ആദ്യകാല പ്രസിദ്ധീകരണങ്ങളുണ്ട്. അത് PSC പരീക്ഷയ്ക്ക് നിരന്തരം ആവർത്തിച്ചു വരാറുള്ളതാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, കേരളത്തിലെ അതിർത്തികൾ. അപ്പം നിങ്ങൾക്ക് സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ്, 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാ? വയനാടാണ്. എന്നാൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നതും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നതും സമുദ്രാതിർത്തിയോ സംസ്ഥാനങ്ങളുടെ അതിർത്തിയോ ഇല്ലാതെ ചുറ്റുപാടും മറ്റു ജില്ലകളാൽ അതിർത്തി പങ്കിടുന്ന കോട്ടയമൊക്കെ തന്നെ PSC പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കിന്ന് പഠിക്കാം, ഒക്കെ PSC പരീക്ഷാ ചോദ്യങ്ങളിലൂടെ. മറ്റൊന്ന്, കേരളത്തിൻ്റെ അതിർത്തികൾ കേരളത്തിലെ നദികളാണ്. കേരളത്തിലെ നദികളും PSC ക്വസ്റ്റ്യൻ മുഴുവൻ നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് അറിയാമോ, കേരളത്തിൽ ഒരു നദി എന്ന് വിളിക്കാൻ എത്ര കിലോമീറ്റർ നീളം വേണം? ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമുക്കിന്ന് കവർ ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മൾ ഇതിന് മുന്നേ എടുത്ത കുറിച്യലഹളയുമായി ബന്ധപ്പെട്ടാണ്. ആ ചോദ്യം വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അത് റിവിഷനും നടക്കും. വളരെ പെട്ടെന്ന് നമുക്ക് കുറിച്യലഹളയിലേക്ക് പോയി ബാക്കിയുള്ളതിലേക്ക് മുഴുവൻ പോവാം. ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് കുറിച്യലഹള. എന്നാണ് കുറിച്യലഹള? 1812 കേട്ടോ കുറിച്യലഹള. ആ വർഷം മറന്നു പോകരുത്. അപ്പോൾ ആ പ്രസ്താവന അവിടെ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1812 കുറിച്യലഹള നടക്കുന്നത്. മാത്രമല്ല, ഈ കുറിച്യലഹളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കുറിച്യലഹള ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗോത്രവർഗ കലാപമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ കലാപമാണ് കുറിച്യലഹള എന്ന് പറയുന്നത്. അപ്പോൾ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒട്ടനവധി ചെറുത്തുനിൽപ്പുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ ഒട്ടനവധി ചെറുത്തുനിൽപ്പുകളിൽ ഗോത്രവർഗക്കാർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ഏക ഗോത്രവർഗ കലാപം എന്ന് പറയുന്നത് ഏതു മാത്രമാണ്? അത് കുറിച്യലഹള മാത്രമാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ വേറെ ഒട്ടനവധി കർഷക ഗോത്ര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സന്താൽ കലാപം കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? മുണ്ടാ കലാപം കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നേയുള്ള 2ഓ 3ഓ ക്ലാസ്സിന് മുമ്പേ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് PSCക്ക്. പക്ഷെ ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപം എന്ന് പറയുന്നത് 1812 കുറിച്യലഹളയാണ്. കൊല്ലം കൂടി ഓർത്തിരിക്കണം. മറ്റൊന്ന് വന്നത്, വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ചാടി ഉത്തരരുതരുത്. കുറിച്യരെന്ന് കണ്ടു, ഞാനും കുമ്പാരരെന്നാണ് വായിച്ചത്, ഇങ്ങനെ നിങ്ങളും വായിക്കും. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. എങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ് പരീക്ഷാ ഹാളിലെത്താം? നമുക്ക് മറ്റൊരു ക്ലാസ് വയ്ക്കാം. അപ്പോഴാണ് നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ പോലും തെറ്റിക്കുക. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ഒരു ലേശം ടെൻഷനും കൂടി ആയാൽ ഗംഭീരായി. നിങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? പെട്ടെന്ന് ചാടിപ്പോകണ്ട. കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരല്ല, കുറിച്യ കുറുമ്പ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെയാണ് ഒരു തെറ്റ് വന്നത്. അപ്പോൾ പ്രസ്താവന 2 തെറ്റാണ്. അപ്പം ശരിയായതിൽ ഉടൻ നമ്മൾ നോക്കുക. ഒന്നിനെ തെറ്റ് കിട്ടി, ഉടൻ നോക്കുക എവിടെ 2 ഉണ്ട്. അതൊക്കെ തെറ്റാ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ അത് 3 തെറ്റാ. സോ നമ്മൾ ശരിയായ ആൻസറിലേക്ക് എത്തി. അതേതാണ്? 1, 3, 4 ബി എന്നുള്ള ഓപ്ഷൻ കിട്ടി. അത് അറിയുമ്പോൾ തന്നെ. ഇനി അടുത്ത ഏതായിരുന്നു? പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരായിരുന്നു ഈ ലഹള. ഈ ബ്രിട്ടീഷുകാർ 1857 ഇന്ത്യയിൽ നടന്ന, ഇനി 1857 ശേഷം നടന്ന കലാപങ്ങളുടെയൊക്കെ പ്രധാന കാരണം നികുതി നിഷേധിച്ചതായിരുന്നു. സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാതെ, അധിക കലാപങ്ങളുടെയും കാരണം നികുതി നിഷേധമായിരുന്നു. അത് വന്നാൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ടിക്കിടാം. അത് കുറിച്യലഹളയുടെ മാത്രം കാര്യത്തിലല്ല, മറ്റെല്ലാ കാര്യത്തിലും 99% ശരിയാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഇനി 1812 അപ്പോൾ കുറിച്യലഹള. ആ കുറിച്യലഹള 1812 വയനാടിലാണ്, മലബാറിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ നികുതി നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. അതിൻ്റെ നേതാവ് രാമനമ്പിയാരാണ്. അത് കുറിച്യരും കുറുമ്പ്രരുമാണ്, അല്ലാതെ ആരല്ല? കുറിച്യരും കുമ്പാരരുമല്ല എന്നോർത്തു വയ്ക്കുക. ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപവുമാണ്. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണെന്നാണ് ചോദ്യം. അത് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനിയാണ്. എന്താണ് അതിൻ്റെ പേര്? കേരളീയ സുഗുണബോധിനിയാണ്
കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ സുഗുണബോധിനിയെ തിരിപ്പിക്കുന്ന ഒരു ചോദ്യം വരാറുണ്ട്. കേരളീയ സുഗുണബോധിനി 1886 കേട്ടോ പ്രസിദ്ധീകരിക്കുന്നത്. കേരളീയ സുഗുണബോധിനി ഏതാണ് പ്രസിദ്ധീകരിക്കുന്നത്? 1886. പക്ഷെ ഇത് പുരുഷന്മാരുടെ നേതൃത്വത്തിലാണ്. പുരുഷന്മാർ, നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇത് പുരുഷന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വനിതകൾക്ക് വേണ്ടിയുള്ള ഒന്നാണ് കേരളീയ സുഗുണബോധിനി. അപ്പൊ പുരുഷന്മാർക്ക് എപ്പോഴും സ്ത്രീകൾ എങ്ങനെയായിരിക്കണം? നല്ല ഗുണമുള്ള ആളായിരിക്കണം, ഞാനടക്കം, അല്ലേ? പുരുഷന്മാരുടെ കാര്യം അതെന്തോ ആവട്ടെ, സ്ത്രീകൾ സുഗുണ ആയിരിക്കണം, അത് ആലോചിച്ചാൽ മതി. എന്നാൽ സ്ത്രീകൾ തന്നെ നടത്തിയ ആദ്യത്തെ വനിതാ മാസിക ചോദിച്ചാൽ അത് ശാരദ തന്നെയാണ്. സ്ത്രീകൾ തന്നെ നടത്തിയ ആദ്യത്തെ വനിതാ മാസിക ശാരദയാണ്. അത് 1904. മറ്റത് 1886 18 കൂട്ടിയാൽ 1904 ആവും. 18 വയസ്സായപ്പോൾ പ്രായപൂർത്തിയായി ആർക്ക്? കേരളീയ സുഗുണബോധിനി. എന്നാൽ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു എന്ന് ആലോചിച്ചാൽ മതി. ശാരദ. സോ 2 വനിതാ മാസികയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ചോദിച്ചാൽ നിങ്ങൾ കേരളീയ സുഗുണബോധിനി എന്ന് എഴുതണം. എന്നാൽ വനിതകളുടെ നേതൃത്വത്തിൽ വനിതകൾ ആരംഭിച്ചത് ഏതാന്ന് ചോദിച്ചാൽ അത് ശാരദ എന്ന് എഴുതണം. മറക്കൂനി, വനിതകൾ ആരംഭിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ അതിനെ നിങ്ങൾ എന്ത് എഴുതണം? ശാരദയാണത്, മറക്കരുത്, അത് ശാരദയാണ്. ഓക്കെ, 1904 എന്ന് ഓർക്കുക. അപ്പൊ അത് ക്ലിയർ ആണല്ലോ അല്ലേ? പുരുഷന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതൊന്നും അല്ല ചോദിക്കുക. ആദ്യത്തെ വനിതാ മാസിക സുഗുണബോധിനി. എന്നാൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ വനിതാ മാസിക ചോദിച്ചാൽ അതാണ് ശാരദ എന്നുള്ളത് മറക്കണ്ട. അപ്പൊ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ചില പുസ്തകങ്ങളെ നമുക്കറിയണ്ടേ, അല്ലേ? ഇത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. എന്തെല്ലാമാണ് ആദ്യമായിട്ട് വരാറ് ഇങ്ങനെ പരീക്ഷയ്ക്ക് വരുന്ന ആദ്യത്തത്? ഇപ്പോൾ ഒരു ചോദ്യം മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ചോദിച്ചാൽ കണ്ണും ചിമ്പ് എഴുതിക്കോളൂ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം, ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിക്കണേ, മലയാളത്തിൽ അച്ചടിച്ച, നമ്മുടെ പേന പോയോ? ഒരു മിനിറ്റ്, പേന എടുക്കട്ടെ കേട്ടോ, പേന കണ്ടോ പോയിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ചോദിച്ചാൽ മറക്കേണ്ട, അത് സംക്ഷേപവേദാർത്ഥമാണ്. മലയാളത്തിൽ അച്ചടിച്ച, എന്നാൽ മലയാള ലിപി ആദ്യം പ്രത്യക്ഷപ്പെട്ട എന്ന് ചോദിച്ച ഉത്തരം അറിയേ, അത് ഹോർത്തുസ് മലബാറിക്കസ് ആണ്. മലയാളം ലിപി ആദ്യം പ്രത്യക്ഷപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ പോയി മലയാളം ലിപി ആദ്യം പ്രത്യക്ഷപ്പെട്ട പുസ്തകം. മലയാളം ലിപി ആദ്യം പ്രത്യക്ഷപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കണം, മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ടത് അത് ഏതാണ്? അത് ഹോർത്തുസ് മലബാറിക്കസ്. ഏതാണ്? ഹോർത്തുസ് മലബാറിക്കസ്. ഈ 2 നമ്മൾ നന്നായിട്ട് ഓർക്കണം, ഇല്ലെങ്കിൽ അറിഞ്ഞ ചോദ്യം നമുക്ക് നെഗറ്റീവ് തരും. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടത് ഹോർത്തുസ് മലബാറിക്കസിലാണ്. അത് ലാറ്റിനിലുള്ള ഒരു ലത്തീൻ ഗ്രന്ഥമായിരുന്നു. അതൊരു ലത്തീൻ ഗ്രന്ഥമായിരുന്നു. പക്ഷെ അതിൽ ചിലയിടത്തൊക്കെ മലയാളം ലിപികൾ വന്നിരുന്നു. ഈ ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ മലബാറിലെ ഔഷധോദ്യാനം എന്നാണ് അർത്ഥം. ആ ഔഷധോദ്യാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ചില സസ്യങ്ങളുടെ വാക്കുകൾ മലയാള ലിപിയിലെ. അപ്പൊ ഇതൊരു ലത്തീൻ പുസ്തകമാണ്, ലത്തീൻ ഗ്രന്ഥമാണ്. പക്ഷെ മലയാള ലിപി ആദ്യം അച്ചടിച്ചത് ഹോർത്തുസ് മലബാറിക്കസ്, മലബാറിലെ ഔഷധോദ്യാനം എന്നുള്ള പുസ്തകത്തിലാണ്. 1678 അത് അച്ചടിക്കപ്പെടുന്നത്. എന്നാൽ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം, അല്ലെങ്കിൽ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം എന്ന് വന്നാൽ അത് നിങ്ങൾ സംക്ഷേപ വേദാർത്ഥം എന്നെഴുതണം. ആ സംക്ഷേപ വേദാർത്ഥം ഫാദർ ക്ലെമന്റ് പിയാനോസ് ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഫാദർ ക്ലെമന്റ് പിയാനോസ് ആണ്. അദ്ദേഹം റോമിൽ വെച്ചിട്ടാണ്, അല്ലെ, 1772 1668 4 വർഷം കഴിഞ്ഞ്, അതായത് ഏത്? ഹോർത്തുസ് മലബാറിക്കസ്, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന കൂടിയാട്ടോ ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറയുന്നത് കേരളത്തിന്. അത് കഴിഞ്ഞ് 1772. അപ്പൊ അത് ഉറപ്പായല്ലോ, അതവിടെ സെറ്റായല്ലോ. ഇനി നോക്കൂ, ഈ കേരളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ചോദിക്കാറുണ്ട്. കേരളത്തിലെ യാത്രാ വിവരണ ഗ്രന്ഥം ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും, സിമ്പിളാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വർത്തമാനം പറയില്ലേ? നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി യാത്ര പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം എന്താ? പരസ്പരം വർത്താനം പറഞ്ഞു പോവാം. അപ്പോഴല്ലേ നമ്മൾ യാത്ര പോവുക. അല്ലാതെ ഇപ്പോൾ ഓഫീസിൽ പോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് പോലോ അല്ല, ഒരു യാത്ര പോകുമ്പോൾ. അപ്പൊ യാത്ര പോണ പുസ്തകം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം എന്ന് പറയുന്നത് വർത്തമാന പുസ്തകമാണ്. സിമ്പിളായി ചോർത്തൂടെ, വർത്തമാന പുസ്തകം. എവിടേക്ക് പോകുമ്പോഴാ?
റോമിലേക്ക് പോകുമ്പോഴാണ്. ആ റോമിലെ വാക്ക് നോക്കൂ, റായും മായും ഇല്ലേ റോമിലേക്ക് പോകുമ്പോഴാണ്. റോമിലേക്കുള്ള യാത്രയാണ്. ആരാ എഴുതിയത്? പാറേമാക്കൽ. അവിടെയുണ്ട് റായും മായും. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? പാറേമാക്കൽ. അവിടെയുമുണ്ട് ആര്? റായും മായും. പാറേമാക്കൽ. ആരാണ് പാറേമാക്കൽ? പാറേമാക്കൽ തോമാ കത്തനാരാണ്. തോമാ കത്തനാർ 18-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകം എന്ന് പറയുന്നത് വർത്തമാന പുസ്തകം. ആരാ എഴുതിയത്? റോമിലേക്ക് പോകുമ്പോഴാണ്. റായും മായുമുണ്ട്. പാറേമാക്കൽ. റോമയിലെ ആ ഓ ഒന്നില്ല എന്ന് മാത്രം റേമ എന്നായി മാറി. അത്ര ഓർത്തു വെച്ചാൽ മതി. അത് ക്ലിയർ ആണല്ലോ. അപ്പൊ അത് നമുക്കായി. എന്നാ മലയാളത്തിൽ ആദ്യത്തെ പത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം മറന്നു പോകരുത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം നിരന്തര PSC ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരമാണ്. നോട്ടെടുക്കുന്നുണ്ടല്ലോ. മലയാളത്തിലെ ആദ്യത്തെ പത്രം. മക്കളെ, ഇതൊക്കെ നമുക്ക് പൊളിച്ചടക്കാൻ പറ്റും. നിങ്ങൾ ഒന്നൊപ്പം നിന്ന് നിന്നാൽ മതി, നമുക്കിത് പിടിക്കാം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പൊ മലയാളത്തിലെ രണ്ടാമത്തെ പത്രം, അതും ചോദിക്കാറുണ്ട്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം ഏതാണ്? പശ്ചിമോദയമാണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയമാണ്. ആദ്യ പത്രം രാജ്യസമാചാരം, രണ്ടാമത്തെ പത്രം അത് പശ്ചിമോദയം. ഓക്കെ, രണ്ടിൻ്റെയും കൊല്ലം ഓർത്ത് നോക്കിയാൽ ഇപ്പൊ 1847. രണ്ടിൻ്റെയും കൊല്ലം എന്താണ്? 1847. ഓക്കെ, അപ്പൊ ആദ്യത്തെ പത്രം ഏതാ? രാജ്യസമാചാരം. രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം അത് വെസ്റ്റേൺ സ്റ്റാർ ആണ്. വെസ്റ്റേൺ സ്റ്റാർ ആണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം എന്ന് പറയുന്നത്. മറ്റേ 1847 1947 100 വർഷം മുമ്പേ എന്ന് ഓർത്തു വെച്ചാൽ മതി. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം വെസ്റ്റേൺ സ്റ്റാർ ആണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റ് ആണ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം എന്ന് പറയുന്നത്? അത് ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് ആരുടെയാ? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ഏതാ? വെസ്റ്റേൺ സ്റ്റാർ. ഈ വെസ്റ്റേൺ സ്റ്റാറിന് പിന്നെ മലയാളം പതിപ്പൊക്കെ ഇറങ്ങിയിട്ടാ. പശ്ചിമോദയം അല്ലേ? അത് രണ്ടാമത്തെ പത്രം. വെസ്റ്റേൺ, പശ്ചിമം, സ്റ്റാർ, താരകം, പശ്ചിമ താരകം. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ബംഗാൾ ഗസറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാ? രാജ്യസമാചാരമാണ്. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു എളുപ്പമുണ്ട്. എന്താ കാരണം? ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ചോദിച്ചാൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ചോദിച്ചാലും നിങ്ങൾ ബംഗാൾ ഗസറ്റ് എന്ന് എഴുതിക്കോ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രവും ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രവും ഒറ്റൊന്നാ, ബംഗാൾ ഗസറ്റ് ആണ്. മാത്രമല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പത്രമാണ്. ഇംഗ്ലീഷിലുള്ള പത്രമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷിലുള്ള പത്രമാണ്. ബംഗാൾ ഗസറ്റ് നിരന്തരം ചോദിക്കുന്നതുകൊണ്ട് തന്നെ 1750 ഓർത്തിരിക്കണം. ഇത് മുഴുവൻ PSC ചോദ്യം കേട്ടോ. ഇത് മുഴുവൻ നിരന്തരം PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിൽ ആദ്യം നിരോധിച്ച പത്രം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പോയാൽ നിങ്ങൾക്ക് കാണാം. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം ചോദിച്ചാൽ അത് സന്തിഷ്ടവാദിയാണ്. ഓക്കെ, അതിനൊപ്പം ഞാനൊരു പോയിന്റ് വിട്ടുപോയി. ഏറ്റവും പഴക്കമേറിയ മുഖ്യധാരാ പത്രം ഏതാണ്? ഏറ്റവും പഴക്കമേറിയ മുഖ്യധാരാ പത്രം ദീപിക. കേരളത്തിലെ ആദ്യത്തെ പത്രം പറഞ്ഞു ഏതാണ്? രാജ്യസമാചാരമാണ്. ഏറ്റവും പഴക്കമേറിയ മുഖ്യധാരാ പത്രം എന്നല്ല, ഞാൻ അടിച്ചപ്പോൾ തെറ്റിയതാണ്. ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കമേറിയ പത്രം ദീപികയാണ്. ദീപികയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്റർനെറ്റ് എഡിഷൻ ആദ്യം വന്നത് ദീപികയിലാണ്. ഇന്റർനെറ്റ് എഡിഷൻ വന്ന ആദ്യത്തെ പത്രം അതേതാ? ദീപിക. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. ഇനി നമുക്ക് അടുത്ത് ചോദിക്കാം, ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം. ഇവിടെ പലരും തെറ്റിക്കാറുണ്ട്. എനിക്ക് 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. നന്നായി പഠിച്ച കുട്ടി. ഓക്കെ, അവൾ സന്തിഷ്ടവാദിക്ക് പകരം സ്വദേശാഭിമാനി എഴുതി. കാരണം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാ അച്ചുകൂടം കണ്ടുകെട്ടി പത്രാധിപരെ നാട് കടത്തി നിരോധിക്കപ്പെട്ട പത്രമാണ് ഏതെന്ന് പറയുന്നത് സ്വദേശാഭിമാനി. പക്ഷെ ആദ്യം നിരോധിച്ച പത്രം മലയാളത്തിൽ സന്തിഷ്ടവാദിയാണ്. ഈ സ്വദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വരും.
നമ്മൾ ഓർക്കണം. ഇപ്പൊ സന്തുഷ്ടവാദി WH മൂറാണ്. 1867 സ്വദേശാഭിമാനി. നോക്കൂ, 1867 സന്തുഷ്ടവാദി. WH മൂറാണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നോക്കൂ, അച്ചുകൂടം കണ്ടുകെട്ടി. എന്താ ചെയ്തത്? അച്ചുകൂടം കണ്ടുകെട്ടി. പത്രാധിപരെ നാട് കടത്തി. ഇങ്ങനെ കണ്ടാൽ ഇത് നിരോധനമല്ല, അത് കുറച്ച് സിവിയറാ അല്ലെ? പത്രാധിപരെ നാട് കടത്തി. ആ പത്രം ചോദിച്ചാൽ മറക്കണ്ട, അതിന്റെ പേരേതാണ്? അതിന്റെ പേരാണ് സ്വദേശാഭിമാനി. നിരന്തരം PSCക്ക് ആവർത്തിച്ചു വരുന്ന ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കാണ് ഈ സ്വദേശാഭിമാനി. എത്ര ചോദ്യങ്ങളാ സ്വദേശാഭിമാനിയുമായിട്ട് വരുന്നത് നിരന്തരം. എന്നാ നിരോധിച്ചതെന്ന് ചോദിക്കും. കണ്ണും ചിമ്പിഞ്ഞ് എഴുതണേ. 1910 നിരോധിച്ചത്. വന്നതല്ലട്ടോ, വന്നത് 1905. നിരോധിക്കപ്പെട്ടത് 1910. അപ്പൊ ഇന്ത്യയിൽ ആദ്യം കേരളത്തിൽ ആദ്യം നിരോധിക്കപ്പെട്ട പത്രം ചോദിച്ചാൽ സന്തുഷ്ടവാദിയാണ്. എന്നാൽ കേരളത്തിൽ അച്ചുകൂടം കണ്ടുകെട്ടി പത്രാധിപരെ നാട് കടത്തിയ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറക്കണ്ട, അത് ഏതാണ്? ആ പത്രത്തിന്റെ പേരെന്ന് പറയുന്നത് സ്വദേശാഭിമാനിയാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യം നിരോധിച്ച പത്രം ഏതാ? ഇന്ത്യയിൽ ആദ്യമായി നിരോധിച്ച പത്രം, ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിൽ ആദ്യം നിരോധിച്ച പത്രം ചോദിച്ചാൽ അതിന്റെ പേരാണ് സോം പ്രകാശ്. സോം പ്രകാശ് ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ബംഗാൾ ഗസറ്റ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യം നിരോധിച്ച പത്രം ചോദിച്ചാൽ സോം പ്രകാശ് ബംഗാളി ഭാഷയിലാണ്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ചത് ഏതാണ്? സന്തുഷ്ടവാദി. മറന്നുപോകില്ലല്ലോ. അപ്പോ സ്വദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞു. എന്തെല്ലാമാണ് സ്വദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറ്? ഒന്ന്, സ്വദേശാഭിമാനി വരുമ്പോ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സ്വദേശാഭിമാനിയുടെ ഉടമയാരാണ്? സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ. സ്വദേശാഭിമാനി സ്ഥാപിച്ചത് ആരാണ്? സ്വദേശാഭിമാനി സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മറന്നു പോകണ്ട, അതാരാണ് സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആ മൗലവിനെ വിട്ടു പോരുതിട്ടാ. അവിടെ ഒരു ചതി ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. മൗലവി ഉണ്ടാവണേ അവിടെ. വക്കം അബ്ദുൽ ഖാദർ പറഞ്ഞിട്ട് വേറൊരാളുണ്ട്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാ. ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എന്നാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. 1905 ജനുവരി 9 സ്വദേശാഭിമാനി ആരംഭിച്ചത്. 1905 ജനുവരി 9 ഓർത്തിരിക്കാൻ. ജനുവരി 19 അതെ, ജനുവരി 19. 1905 ജനുവരി 19 എങ്ങനെ ഓർത്തു വയ്ക്കുക? ബംഗാൾ വിഭജനം നടന്ന 1905 തന്നെ. അവിടെ എന്തായിരുന്നു ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസ്ഥാനം? ബംഗാൾ വിഭജനത്തിന് ശേഷം ഒരു പ്രസ്ഥാനം വരുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിലും സോ ഉണ്ട്, ഇവിടെയും സോ ഉണ്ട്. എന്താണ്? നിങ്ങൾ കമന്റ് ചെയ്യൂ. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ 1905 അവിടെ കണക്റ്റഡ് ആവും. 1905 ജനുവരി മാസത്തിലാണ്, 19-ാം തീയതിയാണ്. ഓക്കെ, അതിന്റെ ആദ്യ പത്രാധിപർ ചോദിക്കും, അവിടെയും ചതി വരും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പത്രാധിപരെ നാട് കടത്തി. ഏതാ പത്രാധിപര്? പ്രസിദ്ധനായിട്ടുള്ള പത്രാധിപർ. ആരാണത്? കെ രാമകൃഷ്ണപിള്ള. ആ നാട് കടത്തിയ ആള് കെ രാമകൃഷ്ണപിള്ളയാ. പക്ഷെ ആദ്യ പത്രാധിപരെ ചോദിച്ചാൽ ആദ്യ പത്രാധിപർ ആരല്ല ചോദിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് തെറ്റരുത്. ആദ്യ പത്രാധിപർ ആരാണ്? CP ഗോവിന്ദപിള്ളയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ളയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? CP ഗോവിന്ദപിള്ള. അപ്പൊ ആദ്യ പത്രാധിപർ, ഉടമസ്ഥൻ, സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. എന്നാൽ നാട് കടത്തപ്പെട്ട പത്രാധിപർ അദ്ദേഹത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പേരിന് മുന്നിൽ ആ സ്വദേശാഭിമാനി ഉണ്ട്. നാട് കടത്തപ്പെട്ട പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ അത് കെ രാമകൃഷ്ണപിള്ളയാണ്. കെ രാമകൃഷ്ണപിള്ളയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? കെ രാമകൃഷ്ണപിള്ളൈ. ഓക്കെ ആണല്ലോ. അദ്ദേഹം 1906 മുതലാണ് ആ പത്രത്തിലേക്ക് എത്തുന്നത്.
ഓക്കെ, അപ്പോ ഇതാണ് അതിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് വിചാരിക്കേണ്ട. ഇനിയും സ്വദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ PSC നിരന്തരം ചോദിക്കുന്നതാണ്. 1910 സെപ്റ്റംബർ 26 നിരോധിക്കപ്പെടുന്നത്. ഈ പത്രം നിരോധിക്കപ്പെടുന്നത് 1910 സെപ്റ്റംബർ 26 നിരോധിക്കപ്പെടുന്നത്. ഓക്കെ, അന്നത്തെ ദിവാൻ ആരാണെന്ന് ചോദിക്കും. ഓക്കെ, ഇത് നിരോധിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിരോധിച്ച ദിവാൻ ആരാണെന്ന് ചോദിക്കും. ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം, ആരാ ദിവാൻ എന്ന് പറയുന്നത്? പി രാജഗോപാലാചാരിയാണ്. പി രാജഗോപാലാചാരി. എന്നാൽ നിരോധിച്ച രാജാവ്, ആ കാലത്തെ രാജാവാണ് ആരാണെന്ന് എഴുതും. അത് ആ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. നാട് കടത്തിയത് എവിടേക്കാണെന്ന് ചോദിക്കും. നാട് കടത്തിയത് തിരുനെൽവേലിയിലേക്കാണ്. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഏതെല്ലാമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ? സ്വദേശാഭിമാനി സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ, 1905 ജനുവരി 19, ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള, K രാമകൃഷ്ണപിള്ളയാണ് എന്തെന്ന് പറയുന്നത്. ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള, എന്നാൽ നാട് കടത്തപ്പെട്ടത് K രാമകൃഷ്ണപിള്ളയാണ്. കൊല്ലം 1910 സെപ്റ്റംബർ 26 രാജഗോപാലാചാരിയാണ് അന്നത്തെ ദിവാൻ. ശ്രീമൂലം തിരുനാളാണ് അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. തിരുനെൽവേലിയിലേക്കാണ് നാട് കടത്തിയത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ഓർത്തിരിക്കണം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനിയുണ്ട് ഇതിൽ നിന്ന് ചോദ്യം. നമ്മുടെ രാമകൃഷ്ണ പിള്ളയുടെ പ്രധാന എന്ത് ചോദിക്കും? പ്രസിദ്ധീകരണങ്ങൾ ചോദിക്കും. K രാമകൃഷ്ണ പിള്ളയുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനമായും ചോദിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ആത്മകഥ. സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം, നാട് കടത്തിയതല്ലേ ആത്മകഥ. എന്താ ആത്മകഥ? ആത്മകഥയുടെ പേരിനി മറക്കണ്ട, എൻ്റെ നാടുകടത്തൽ. ഇതന്നെയാണ് ആത്മകഥ. എൻ്റെ നാടുകടത്തൽ ഓർത്തു വയ്ക്കാൻ എളുപ്പമല്ലേ? എൻ്റെ നാടുകടത്തൽ. ആത്മകഥ ഏതാണ്? എൻ്റെ നാടുകടത്തലാണ് ആത്മകഥ. മറ്റൊന്ന് ചോദിക്കാറുള്ളത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. അത് ഓർത്തു വയ്ക്കാൻ എളുപ്പാട്ടോ. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് വൃത്താന്ത പത്രപ്രവർത്തനമാണ്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൃത്താന്ത പത്രപ്രവർത്തനമാണ്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം. ഓർത്തൊരിക്കാൻ എളുപ്പമല്ലേ? പത്രപ്രവർത്തകരുടെ ബൈബിൾ, വൃത്താന്ത പത്രപ്രവർത്തനം. അപ്പൊ അത് ആരുടേതാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ്. അത് ആരുടേതാണ്? കാരണം കേരളത്തിൽ നമ്മൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, പത്രാധിപർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച, മറ്റെല്ലാ ചോദ്യങ്ങളെക്കാട്ടിലും തവണ കൂടുതൽ ചോദിച്ച ഒന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണല്ലോ. ഗ്രന്ഥങ്ങൾ കഴിഞ്ഞോ? ഒരു ഗ്രന്ഥം കൂടി പിടിച്ചോളൂ. ഒരു ഗ്രന്ഥം കൂടി. ആളൊരു വിപ്ലവകാരിയാണല്ലോ. സാധാരണ വിപ്ലവകാരികളായിരിക്കും ആരാണ്? മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും അല്ലേ? എന്നാ ലേശമൊക്കെ ജാതിക്കുനിഷ്ടുള്ള ആളും കൂടിയായിരുന്നു കേട്ടോ അദ്ദേഹം മുഴുവൻ. പക്ഷെ അന്നത്തെ കാലത്തെ ഒരു ധീരൻ തന്നെയാണ്. പക്ഷേ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായിട്ടൊരു ഇന്ത്യൻ ഭാഷയിൽ എഴുതുന്നത് ഇദ്ദേഹമാണ്. ഒരു ഇന്ത്യൻ ഭാഷയിൽ മാർക്സിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മലയാളത്തിലാണ് മക്കളെ, മലയാളത്തിലാണ്. ഓക്കെ, ഞാൻ മാർക്സിസ്റ്റുകാരാണെന്ന് പേടിച്ചിരിക്കേണ്ട കേട്ടോ, അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാവരും ഒന്നെ. പക്ഷേ മലയാളത്തിലാണ്, നമുക്ക് അഭിമാനിക്കാം. മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായിട്ടൊരു ഇന്ത്യൻ ഭാഷയിൽ എഴുതപ്പെടുന്നത് മലയാളത്തിലാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതി എന്ന് പറയുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം, പത്രപ്രവർത്തകരുടെ ബൈബിൾ, ആത്മകഥ, എൻ്റെ നാടുകടത്തൽ. മറന്നു പോകരുത്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി ഇടുന്ന ചോദ്യങ്ങൾ വരാൻ. എന്താണ് ആ ചോദ്യം? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വക്കം. 2 പേരുണ്ട്. PSC നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന 2 പേരുണ്ട്. ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ, മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഓക്കെ, അത് ആരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്ന് മാത്രമല്ല,
മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സ്വദേശാഭിമാനി പത്രം. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാലും അത് ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്ന് മൗലവി പോയി അത് വക്കം അബ്ദുൽ ഖാദർ ആയാൽ കഥ മാറി അദ്ദേഹവും പ്രശസ്തനാണ്, ഓർത്തിരിക്കേണ്ട ആൾ തന്നെയാണ്. നമുക്കറിയാലോ സുഭാഷ് ചന്ദ്രബോസ്. ആ സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടന അറിയാലോ. ഏതാ? ഇന്ത്യൻ നാഷണൽ ആർമി. അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ആ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ INA-യിൽ അംഗമായിരിക്കുകയും പിന്നീട് താനൂർ കടപ്പുറത്തെത്തുകയും ചെയ്തു. ആര്? നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ. അങ്ങനെ താനൂർ കടപ്പുറത്തെത്തിയ വെറുതെ ചോദിക്കുമോ PSC? അങ്ങനെ ഒരുപാട് പേരില്ലേ. പക്ഷേ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചു, താനൂർ കടപ്പുറത്ത് പിടിച്ചു. അങ്ങനെ മദ്രാസ് ജയിലിൽ അടച്ചു. എന്നിട്ട് 1943 സെപ്റ്റംബർ 10 ഒരു ഓണക്കാലത്ത് തൂക്കിലേറ്റി. നിരന്തരം PSC ചോദിക്കുന്നതാണ്. അത് വക്കം അബ്ദുൽ ഖാദറാണ്. വക്കം അബ്ദുൽ ഖാദറിനെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെയും നമ്മൾ ഓർത്തിരിക്കണം. വക്കം അബ്ദുൽ ഖാദർ ആരാണപ്പോൾ? സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ, പിന്നീട് താനൂരെത്തുന്നു. താനൂർ കടപ്പുറത്ത് വെച്ച് ബ്രിട്ടീഷുകാരുടെ അറസ്റ്റിലാകുന്നു. മദ്രാസ് ജയിലിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു 1943 സെപ്റ്റംബർ 10. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഏകദേശം അവിടത്തേക്ക് കവർ ചെയ്തു അല്ലേ? ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ചെറിയ തെറ്റൊക്കെ ഈ പറഞ്ഞു പോകുമ്പോൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പോകുമ്പോൾ തെറ്റിന്ന് വരും കേട്ടോ. ഞാൻ തിരുത്തും ഓർമ്മ ഉണ്ടെങ്കിൽ. ഓക്കെ, ചില കമൻറ്റുകളൊക്കെ ഗംഭീരമാണ് അങ്ങനെ വരുമ്പോൾ അല്ലേ? ഇനി ഇതൊക്കെ ഓർമ്മയിൽ നമ്മളിങ്ങനെ നോക്കണ്ടേ. ഇതിനിടയിൽ ഒരു മൾട്ടി കാര്യങ്ങളാണത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ ചിലതൊക്കെ ഓർത്തു വെച്ചായിരുന്നു. മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് മറന്നുപോയി അല്ലേ? പ്രഭാതം. ഏതാ പത്രം? പ്രഭാതം. അതാരാ പ്രഭാതം എന്നുള്ള പത്രം? പ്രഭാതം എന്നുള്ള പത്രം EMS ആണ് കേട്ടോ. പ്രഭാതം എന്നുള്ള പത്രം ഏതാ വരുന്നത്? EMS ആണ്. EMS ആണ് പ്രഭാതം എന്നുള്ള പത്രത്തിന്റെ പത്രാധിപർ. ഈ പ്രഭാതം എന്നുള്ള പത്രം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP എന്ന് ഓർത്തു വെച്ചോളൂ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് കോൺഗ്രസിലെ സോഷ്യലിസ്റ്റുകൾ. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് അതിലെ ആളുകളാണ് മാർസിസ്റ്റുകാരായിട്ട് മാറുന്നത്, മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് വന്നപ്പോൾ മാർസിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നത് അവർ കോൺഗ്രസ്സുകാർ തന്നെയാണ്, പക്ഷെ അതിലൊരു വിഭാഗമാണ്. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ മുഖപത്രം കൂടിയായിരുന്നു പ്രഭാതം. ഇപ്പം EMS മാർസിസ്റ്റുകാരനാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് മാർസിസ്റ്റ് പാർട്ടിയൊക്കെ രൂപവൽക്കരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അതിലെ ചിലരൊക്കെ ചേർന്നിട്ടാണ് പിന്നീട് മാർസിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം പ്രഭാതമായിരുന്നു. ആ പ്രഭാതത്തിന്റെ പത്രാധിപർ EMS ആയിരുന്നു. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. ഈ പ്രഭാതവും നിരോധിക്കുന്നുണ്ട്. 1939 പ്രഭാതം നിരോധിക്കുന്നത്. EMSുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്നാണ്. 1957 അത് EMS ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അച്ചടിച്ച മാസികകൾ അങ്ങനെ വരില്ല. പത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏതിനെ കുറിച്ച് പറയണമെന്ന് നമുക്കിനി മാഗസിൻ അതല്ലേ എന്ന് ചോദ്യം. എവിടുന്നാണല്ലോ നമ്മൾ കയറി വന്നത്? സുഗുണബോധിനിന്നാണല്ലോ കയറി വന്നത്. ഒരു കാട് പോയി. ഇതൊക്കെ പക്ഷേ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അച്ചടിച്ച മാസികയിലേക്ക് കയറണ്ടേ? ഇതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഇനി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അച്ചടിച്ച മാസിക ജ്ഞാന നിക്ഷേപമാണ്. ഇവിടെ എഴുതിയിട്ടില്ലല്ലേ, ഞാൻ ഇവിടെ വിട്ടുപോയതാണ്. അച്ചടിച്ച മാസിക ജ്ഞാന നിക്ഷേപമാണ്. ആ ജ്ഞാന നിക്ഷേപം ആദ്യം അച്ചടിച്ച മാസിക മറക്കരുത്. ജ്ഞാന നിക്ഷേപം അച്ചടിച്ചു ജ്ഞാനത്തിൽ നിക്ഷേപം, അറിവിൽ നിക്ഷേപിക്കാൻ വേണ്ടി അച്ചടിച്ചു. ആദ്യം അച്ചടിച്ച മാസിക ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. എന്നാൽ ആദ്യത്തെ സാഹിത്യ മാസിക അത് വിദ്യാവിലാസിനിയാണ്. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളെങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഈ സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരൊക്കെ ഒന്നിങ്ങനെ അവർക്ക് അറിവൊക്കെ ഉണ്ടായിരിക്കും. വിദ്യ ക്ലാസ്സിലൊക്കെ കയറും, വിദ്യാലയത്തിലൊക്കെ കയറും, എന്നാലും ഒന്ന് വിലസി നടക്കും അല്ലേ? എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഇത് ഇവർ മാത്രമല്ല. ഇപ്പൊ കായിക രംഗത്ത് പെരിന്തൽമണ്ണയിൽ ഒരു ചെറുപ്പക്കാരുണ്ട്. PSC പരീക്ഷയ്ക്ക് ചോദിക്കും. ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താ?
MA മലയാളമാണ് എന്നാണ് എൻ്റെ ധാരണ. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകനാണ്. പക്ഷേ IPL സ്റ്റാറാണ്, ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അവളുടെ പേര്? ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകനാണ്. സാഹിത്യമാണ്, പക്ഷെ കായിക രംഗത്ത് ക്രിക്കറ്റിലെ വലിയ ഗംഭീരനാണ്. അപ്പം ഇവർക്ക് വേറെ ഏർപ്പാടുകൾ ഉണ്ടായിരിക്കും, സാഹിത്യവും കായികവും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ വിദ്യയുണ്ട്, വിലസലും ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. വിദ്യാവിലാസിനിയാണ് ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് പറയുന്നത്. എന്നാൽ ഓർക്കുക, ഏതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞത്? ജ്ഞാന നിക്ഷേപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അച്ചടിച്ച മാസിക ചോദിച്ചാൽ അത് ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. ജ്ഞാന നിക്ഷേപം. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം വരാറുണ്ട്, ആദ്യത്തെ ശാസ്ത്ര മാസിക ഏതാണ്? ആദ്യത്തെ ശാസ്ത്ര മാസിക കുഴക്കാറുണ്ട്. ആദ്യത്തെ ശാസ്ത്ര മാസിക പശ്ചിമോദയം എന്ന് പറയും. നമ്മൾ നേരത്തെ രാജ്യസമാചാരം പഠിച്ചു. ആദ്യത്തെ പത്രം, രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. ഈ പശ്ചിമോദയത്തിൽ ചില എന്തും വരാറുണ്ടായിരുന്നു. ഈ പശ്ചിമോദയത്തിൽ രണ്ടാമത്തെ പ്രസിദ്ധീകരണമാണ് പശ്ചിമോദയം. ആദ്യത്തെ പ്രസിദ്ധീകരണം ഏതാണ്? രാജ്യസമാചാരം. രണ്ടാമത്തേത് പശ്ചിമോദയം. ആ പശ്ചിമോദയത്തിൽ ചില സയൻസ് ലേഖനങ്ങളും വരുമായിരുന്നു. അതുകൊണ്ട് ചില PSC ചോദ്യങ്ങളിൽ, ചില ഗൈഡുകളിലും ശാസ്ത്രമാസിക പശ്ചിമോദയം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായൊരു ശാസ്ത്രമാസിക, സയൻസിന് വേണ്ടി മാത്രം വന്ന ഒരു ജനപ്രിയ ശാസ്ത്രമാസിക വരുന്നത് 1969 അത് സയൻസ് ആണ്. അതിൻ്റെ ആളുടെ പേര് കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. പുതുപ്പള്ളി രാഘവനാണ്. ആദ്യത്തെ സയൻസ് മാഗസിൻ എന്ന് പറയുന്നത്. അപ്പം സയൻസ് വന്നാൽ നിങ്ങൾക്ക് കണ്ണും ചിബി സയൻസ് എന്ന് എഴുതാം. സയൻസ് ഇല്ലെങ്കിലോ അപ്പം നമുക്ക് എന്തെഴുതാം? നമ്മുടെ പശ്ചിമോദയം എടുക്കാം. ഇനി സയൻസും പശ്ചിമോദയവും ഇല്ലെങ്കിലോ ചില ഭാഗങ്ങളിൽ ഇത് ധന്വന്തരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ധന്വന്തരി. ഇപ്പൊ സയൻസ് വന്നാൽ സയൻസ് തന്നെ എഴുതിക്കോളൂ. ഇനി സയൻസ് വന്നില്ല, പശ്ചിമോദയവും ധന്വന്തരിയാണ് വന്നു വെച്ചാൽ പശ്ചിമോദയം എഴുതുക. മൂന്നാമത്തേതാണ്, ഇവർ രണ്ടാളും ഇല്ലെങ്കിലാണ് നിങ്ങൾ ധന്വന്തരി തിരഞ്ഞെടുക്കേണ്ടത്. ആ ധാരണ കുറവ് മാറിയല്ലോ. അപ്പം ആദ്യത്തെ സയൻസ് മാഗസിൻ ഏതാ? സയൻസ് നോർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ടല്ലേ. എന്നാൽ അത് ചിലപ്പോൾ പശ്ചിമോദയം എന്നും കണ്ടുവരുന്നുണ്ട്. പക്ഷെ സയൻസ് ഉണ്ടെങ്കിൽ സയൻസ് തന്നെ എഴുതണം. ക്ലിയർ ആണല്ലോ ആ ഭാഗം. ഇനി ആദ്യത്തെ കോളേജ് മാഗസിൻ ഏതാ? അത് വിദ്യാസംഗ്രഹമാണ്. മറ്റത് വിദ്യാവിലാസിനി, വിലസി നടക്കൽ സാഹിത്യം. ഒരു വിലസി നടക്കുക പറഞ്ഞാൽ കണ്ണി കണ്ടതിനല്ല, മനസ്സിലായില്ലേ? ഇപ്പം മറ്റേയാളും വിലസി നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ പെരുന്തമണ്ണക്കാരൻ. അത് കണ്ണി കണ്ടതിനല്ല, ഒരു പർപ്പസ് ഉണ്ട്. അതുപോലെ വിദ്യാസംഗ്രഹം, ഇത് കാലഘട്ടം 1864 മുതൽ 1870 വരെയാണ്. കോട്ടയം CMS പ്രസ് എന്നാണ്. ഞാൻ ഇനി ഇതിന് കണക്റ്റഡ് ഫാക്ട്സ് പറയുന്നില്ല, അല്ലേ? ഈ ഒരു ചോദ്യം നമ്മൾ നല്ലോണം പറഞ്ഞു പോയി. നിങ്ങൾ കമൻറ്റ് ചെയ്യും, കോട്ടയം CMS പ്രസിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ 4ാമത്തെ പ്രസിദ്ധീകരണം കൂടിയാണ്. റിച്ചാർഡ് കോളിൻസ് ആണ്. ഓക്കെ, നമുക്ക് ബോറടിക്കാൻ തുടങ്ങിയോ? ഉണ്ടെങ്കിൽ പറയണേ. ഇനി നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞു പോകാനുണ്ട്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, നമ്മുടെ ആള് ഒന്ന് ചെറുതായി പോയിട്ടുണ്ടല്ലേ, ഒറ്റ മിനിറ്റേ. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. കേരളത്തിലെ ഞാൻ പടിഞ്ഞാറോട്ട് ഒഴുകുന്നാൽ അതൊന്ന് വലുതാക്കാൻ നോക്കുക കേട്ടോ. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ വരുന്നതിന് മുമ്പ് നമുക്കതൊന്ന് വലുതാക്കണം. ഓക്കെ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ എന്ന് പറഞ്ഞാൽ 44 നദികളാണ് കേരളത്തിലുള്ളത്. എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 44 നദികൾ. അതിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് എന്നോർത്തിരിക്കുക. എത്ര നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്? 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ആ 3 നദികൾ ഏതെല്ലാമാണ്? കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതെല്ലാമാണ്? ആ 3 നദികളിൽ ഭവാനി ഉണ്ട്, കിഴക്കോട്ടൊഴുകുന്നതാണ് ഞാൻ പറയുന്നത്. പാമ്പാറുണ്ട്,
പാമ്പാർ, ഭവാനി, ഒന്നും കൂടി ഉണ്ടല്ലോ, കബനിയുമുണ്ട്. ഈ 3 നദികൾ, ഈ 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ്. ഈ 3 നദികളും ആരുടെ പോഷക നദികളാണ്? കാവേരിയുടെ പോഷക നദികളാണ്. ഈ 3 നദികളെ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ. ആകെ നദികൾ 44. അതിൽ നിന്ന് 3 പോയാൽ ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഈ നദികളൊക്കെ ഉത്ഭവസ്ഥാനം, പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ്. ഏതാണ്? പശ്ചിമഘട്ടം. ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ 40 നദികൾ മൈനർ നദികളും 4 മീഡിയം നദികളുമാണുള്ളത്. 4 മീഡിയം നദികളുമാണുള്ളത്. ഒരു നദിയെ നദിയായി കൂട്ടുന്നത് എങ്ങനെയാണ്? ഇപ്പം എൻ്റെ തൊട്ടടുത്ത് എന്തുണ്ട്? എൻ്റെ തൊട്ടടുത്താണ് പാലത്തോട്. ഞങ്ങളുടെ തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരം, നടന്നു പോകാനുള്ള ദൂരം തന്നെയാണ് എനിക്ക് ഭാരതപ്പുഴയിലേക്ക്. ഭാരതപ്പുഴയുടെ തീരത്താണ് ഞാൻ. അപ്പോൾ നോക്കൂ, പാലത്തോടിനെ നദിയായിട്ട് പറയാറില്ല, ഭാരതപ്പുഴയെ നദിയായിട്ട് പറയാറുണ്ട്. എന്താണ് ഒരു ജലപ്രവാഹത്തെ നദിയായി കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡം? 15 കിലോമീറ്റർ ഉണ്ടാവണം. ഇത്ര തന്നെ. എത്ര കിലോമീറ്റർ ഉണ്ടായിരിക്കണം? 15 കിലോമീറ്റർ ഉള്ളതിനെയാണ് നമ്മൾ നദി എന്ന് പറയുക. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളം വേണം. കേരളത്തിൽ 44 നദികളുണ്ട്, ധാരാളം നദികളുണ്ട്. പക്ഷേ ഈ നദികൾക്കൊന്നും വലിയ വലിപ്പമില്ല. 100 കിലോമീറ്ററിൽ കൂടുതലുള്ള 11 നദികൾ മാത്രമാണുള്ളത്. 100 മീറ്റർ കൂടുതലുള്ള നദികൾ എത്ര എണ്ണാണുള്ളത്? 11 നദികൾ മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന് ഓർക്കുക. അപ്പം നദികളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പോകാനുണ്ട്. ആ നദികളുടെ സവിശേഷതകളും റെക്കോർഡുകളും ഓർക്കുമ്പോൾ ഒരു ചോദ്യം വരാറുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ളത് എവിടെയാണ് എന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ളത് എവിടെയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ളത് കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും കാസർഗോഡ് തന്നെയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ളത് എവിടെയാണ്? കാസർഗോഡാണ്. 100 കിലോമീറ്റർ കൂടുതലുള്ള നദികൾ 11 എങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ 100 കിലോമീറ്റർ കൂടുതലുള്ളത് 11 നദികളാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ളത് കാസർഗോഡാണ്. അവിടുത്തെ എണ്ണം 12. ആ 11 കണക്ട് ചെയ്തിട്ട് 12 പഠിക്കുക. ഇനി മറ്റൊന്ന്, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? പമ്പാ നദിയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. അതെന്തുകൊണ്ടാ? ശബരിമലയ്ക്ക് തൊട്ടടുത്തല്ലേ, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു നദിയായതുകൊണ്ടാണ്. അപ്പൊ പമ്പേനെയാണ് ദക്ഷിണ ഭാഗീരഥി എന്ന് വിളിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ ജീവരേഖ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് അത് പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇനി പറഞ്ഞു പോകണ്ട, പെരിയാർ. എന്നാൽ ശോകനാശിനി എന്നറിയും. ശോകനാശിനി, തുഞ്ചത്തെഴുത്തച്ഛൻ ഏത് നദിയെയാണ് ശോകനാശിനി എന്ന് വിളിച്ചത്? ശോകനാശിനി എന്ന് തുഞ്ചത്തെഴുത്തൻ വിളിച്ചത് ഭാരതപ്പുഴയെയാണ്. നിളയെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ത് വിളിച്ചത്? ശോകനാശിനി എന്ന് വിളിച്ചത്. ഏറ്റവും നീളം കൂടിയ നദി ഏതാ നിങ്ങൾക്കറിയാമോ? ഏറ്റവും നീളം കൂടിയ നദി ഈ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാർ തന്നെയാണ്. 244 കിലോമീറ്റർ. അതാ വീണ്ടും വരുന്നു നമ്പർ, അല്ലേ? ഓർത്തു വെക്കാൻ എളുപ്പമാണ്. 100 കിലോമീറ്റർ കൂടുതലാണെങ്കിലല്ലേ ഒരു നദീനെ നദി എന്ന് വിളിക്കുള്ളൂ. 15 കിലോമീറ്റർ കൂടുതലാണെങ്കിലല്ലേ. 100 കിലോമീറ്ററിന് മുകളിൽ എത്ര നദികളുണ്ട് മക്കളെ? 11 ഇനി ഒന്ന് ആർത്തു വെച്ചോളൂ, 11 അല്ലേ? ആ 11ന്റെ ഇരട്ടി എത്രയാ? 28. അതിൽ 2 പിടിച്ചോക്ക്. ആ 2ന്റെ 2 ഇരട്ടിയല്ലേ? 4 2 ഇരട്ടികളായിട്ടല്ലേ അവിടെ കിടക്കുന്നത്? 244. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക് നിങ്ങളുടെ മനസ്സിൽ. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചിന്താരീതി ഉണ്ടായിരിക്കും. അതവിടെ മനസ്സിൽ കിടക്കും. 244 കിലോമീറ്ററാണ്. നോക്കൂ, നിങ്ങൾക്കൊരു സർക്കാർ ജോലി സാധ്യമാണ്. പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ, കണക്ഷൻ ഉണ്ടാക്കി പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കയറും. തുടക്കത്തിലൊക്കെ കുറച്ച് പ്രയാസം വരും, പക്ഷെ പിന്നീട് അത് റെഡിയാവും. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. എന്നാൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാ? ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി അത് 12 കിലോമീറ്റർ ആണ്. ഈ ഏറ്റവും വടക്കേ അറ്റത്തെ നദി കുറഞ്ഞ നദി മഞ്ചേശ്വരമാണെന്ന് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. 16 കിലോമീറ്റർ കേട്ടോ. 16 കിലോമീറ്റർ. നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോഴേ 2-3 ഇവിടെ നോക്കണം.
സ്ക്രീന് നോക്കണം, ഇതിൻ്റെ ഇടയിലൊക്കെ മാറിപ്പോവുകയാണിത്. ഏറ്റവും നീളം കുറഞ്ഞ നദി 16 കിലോമീറ്ററാണ്, മഞ്ചേശ്വരമാണ്. ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരമാണ്. ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്കും മഞ്ചേശ്വരമാണ്. അതുപോലെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാ? നെയ്യാറ്റിൻകര, നെയ്യാറിൻ്റെ തീരത്തുള്ള കര എന്നോർത്ത് വെക്കൂ. അപ്പൊ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നമ്മുടെ മനസ്സിലേക്ക് വരും, അത് നെയ്യാറാണ്. ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ്. പക്ഷെ കേരളത്തിൽ മണലിൽ സ്വർണം കാണുന്ന വളരെ കുറച്ച് നദി അത് ചാലിയാറാണ്. ഇപ്പൊ കേരളത്തിലെ മഞ്ഞ നദി ഏതാണ്? അത് കുറ്റ്യാടിപ്പുഴയാണ്. ഓക്കെ. ഇനി നിയമപരിരക്ഷ. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷത്തെ തടവും 2 ലക്ഷം പിഴയും ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ നിങ്ങൾ ഉത്തരം എഴുതണം. അത് ഏതാണ്? അത് കേരളമാണ്. ഓക്കെ. അപ്പൊ നദികളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾക്ക് പോകേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറ്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയും സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി അത് ഏതുമാണ്? കുന്തിപ്പുഴയുമാണ്. എങ്ങനെയാ ഈ ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ? അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാലോ അല്ലേ? അതിനൊരു എളുപ്പമുണ്ട്. എന്താണ് അവിടെ ഞാൻ പറഞ്ഞത്? ഉത്ഭവിക്കുന്ന എന്നല്ലേ പറഞ്ഞത്? ഉത്ഭവിക്കുന്ന. ഈ ഇതിനെ ഒന്ന് തല തിരിച്ചിട്ടാൽ ഊ അല്ലേ? ഊനെയല്ലേ നമ്മൾ തൂ എന്ന് വിളിക്കുക? അങ്ങനെയാണ് ഞാൻ പണ്ട് ഓർത്തു വെച്ചിരുന്നത്. ഉത്ഭവിക്കുന്ന എന്നുള്ളതിന് ഉത്ത്, അത് തല തിരിച്ചിട്ടാൽ തൂ. അപ്പൊ ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. അപ്പൊ മറ്റേത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കൂ, അടുത്തത് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇത് വയനാടാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെ വയനാട് എന്നുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നോക്കൂ, 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് വയനാട് മാത്രമാണ്. ആ മാപ്പിൽ നോക്കൂ, നമുക്ക് മാപ്പ് വിശദമായിട്ട് പഠിക്കാം. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയും. നമുക്ക് അതിർത്തികളൊക്കെ വെച്ചിട്ട് നോക്കൂ. അവിടെ ആദ്യം വരുന്നത് ഏറ്റവും മുകളിൽ കണ്ടല്ലോ, അത് കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയാണ് ആ കാണുന്നത്, കാസർഗോഡാണ് കാണുന്നത്. ആ കാസർഗോഡ് കഴിഞ്ഞാൽ ആ കാസർഗോഡിന്റെ അതിർത്തി ആരാ? കർണാടകയുമായിട്ടാണ്. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ അതിർത്തി കണ്ണൂരാണ്. കാസർഗോഡ് കഴിഞ്ഞു വരുന്ന ജില്ല കണ്ണൂരാണ്. ആ കണ്ണൂർ കഴിഞ്ഞു വരുന്ന ജില്ല പിന്നെ ഏതാ? വയനാടാണ്. വയനാടിന് ആരുമായിട്ട് അതിർത്തിയുണ്ട്? കർണാടകയുമായിട്ടും അതിർത്തിയുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, തമിഴ്നാടുമായിട്ടും അതിർത്തിയുണ്ട് വയനാടിന്. പക്ഷെ പിന്നെ ഒരു ജില്ലയ്ക്കും കർണാടകയുമായിട്ട് അതിർത്തിയില്ല. ആദ്യം കാസർഗോഡ് വന്നു, പിന്നെ കണ്ണൂർ വന്നു, പിന്നെ ആര് വന്നു? വയനാട് വന്നു. വയനാടിന് 2 ജില്ലയുമായി ബന്ധമുണ്ട്. അത് കഴിഞ്ഞാൽ വയനാട് കഴിഞ്ഞാൽ കോഴിക്കോടാണ്. പിന്നെ കോഴിക്കോടിന് കർണാടകയുമായിട്ടല്ല, പിന്നെ ആരുമായിട്ടാണ് അതിർത്തി വരുന്നത്? കോഴിക്കോടിന് തമിഴ്നാടുമായിട്ടാണ് അതിർത്തി വരുന്നത്. അങ്ങനെ മനസ്സിലൊന്ന് ഓർത്തു വെച്ചാൽ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങളെ കിട്ടിയില്ലേ? അതാരാ? അത് നമ്മുടെ കാസർഗോഡ്. ഒന്നാരാണ്? കാസർഗോഡ്. മറ്റതാരാണ്? കണ്ണൂര്. അത് കഴിഞ്ഞാൽ വയനാട്. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന ജില്ലകൾക്ക് ആരുമായിട്ട് അതിർത്തിയില്ല. ഇതല്ലട്ടോ, ഇതാണ് കോഴിക്കോട്. അത് കഴിഞ്ഞ് വരുന്ന ജില്ലകൾക്ക് ആരുമായിട്ടാണ് അതിർത്തി? തമിഴ്നാടുമായിട്ടാണ് അതിർത്തി. സോ അതൊക്കെയായാലും ഇപ്പൊ വയനാടാണ് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിന്റെ അതിർത്തികൾ ഒന്ന് പഠിക്കാം. അതിർത്തികൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ജില്ലകളിലേക്ക് പോകാം. കേരളത്തിന്റെ അതിർത്തികൾ വരുമ്പോൾ കേരളത്തിന്റെ പടിഞ്ഞാറ് ആരാണ്? കേരളത്തിന്റെ പടിഞ്ഞാറ് അറബിക്കടലാണ്. ഈ ഇന്ത്യൻ മഹാസമുദ്രം പടിഞ്ഞാറ് അറബിക്കടൽ എന്നും കിഴക്ക് ബംഗാൾ ഉൾക്കടൽ എന്നും അറിയപ്പെടും. പടിഞ്ഞാറ് അതിന്റെ പേരെന്താണ്? പടിഞ്ഞാറ് അതിന്റെ പേരാണ് ഈ അറബിക്കടൽ എന്ന് പറയുന്നത്. കിഴക്ക് ആണ് അത് ബംഗാൾ ഉൾക്കടൽ എന്നറിയപ്പെടുന്നത്. കിഴക്ക് അതിന്റെ പേരാണ് എന്ത് പേര്? ബംഗാൾ ഉൾക്കടൽ. കിഴക്കാണത് ബംഗാൾ ഉൾക്കടൽ എന്നറിയപ്പെടുന്നത്. ഒന്നും വരുന്നില്ലല്ലോ. ബംഗാൾ ഉൾക്കടൽ, കിഴക്കത് ബംഗാൾ ഉൾക്കടൽ എന്നറിയപ്പെടും. 2 ഇന്ത്യൻ മഹാസമുദ്രം തന്നെ.
പടിഞ്ഞാറ് അതിന് അറബിക്കടൽ എന്നും കിഴക്ക് ബംഗാൾ ഉൾക്കടൽ എന്നും പേരുണ്ട്. ഇനി നമ്മൾ ഓർക്കേണ്ടത് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടല് അറബിക്കടലാണ്. അതുകൊണ്ട് കേരളത്തിന്റെ പടിഞ്ഞാറെ അതിർത്തി അറബിക്കടലാണ്. ഈ അറബിക്കടലിലാണല്ലോ ലക്ഷദ്വീപ് വരുന്നത്. അറബിക്കടലിൽ ലക്ഷദ്വീപ്, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അതുകൊണ്ട് തന്നെ ആ ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന ഭാഗത്തിന് ലക്ഷദ്വീപ് കടൽ എന്നും പറയാറുണ്ട്. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പൊ പടിഞ്ഞാറ് ലക്ഷദ്വീപ് കടലാണെന്നും പറയാം. ഇനി കേരളത്തിന്റെ പടിഞ്ഞാറാണ് കിഴക്ക് 2 സംസ്ഥാനമുണ്ട് നമുക്കറിയാം. ഏതാണ്? ഒന്ന് കർണാടകം, ഒന്ന് തമിഴ്നാട്. ആ കർണാടക സംസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വടക്കു ഭാഗത്താണ്. മുകളിലുള്ള ഭാഗമാണ് വടക്ക്, കിഴക്കു ഭാഗത്താണ്. അതുകൊണ്ട് വടക്ക് കിഴക്ക് കർണാടകവും നേരെ താഴെ തെക്ക് കിഴക്ക് തമിഴ്നാടുമാണ്. എന്നാൽ ഇത് കൂടാതെ നമുക്കറിയാലോ കേരളത്തിന് ഒരു പശ്ചിമഘട്ടമുണ്ട് എന്ന്. കേരളത്തിന് മാത്രമല്ല, അങ്ങോട്ട് ഗുജറാത്ത് വരെ. ഈ പശ്ചിമഘട്ടത്തിൽ തല വെച്ച് നമ്മുടെ അറബിക്കടലിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഒരാളായിട്ടാണ് കവി ആരെ കണ്ടത്? കേരളത്തെ കണ്ടത്. പടിഞ്ഞാറ് അറബിക്കടലിൽ പടിഞ്ഞാറ് കിഴക്ക് എവിടേക്ക്? തല പശ്ചിമഘട്ടത്തിൽ വെച്ച് നീണ്ടു നിവർന്നങ്ങനെ കിടക്കുകയാണ്. ആര് കിടക്കുകയാണ്? നമ്മുടെ കേരളം കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഓർക്കുക, അത് എവിടേക്കാണ്? അറബിക്കടലിലേക്ക് കാല് നീട്ടി കിടക്കുക. സോ കിഴക്കാരാണെന്ന് ചോദിച്ചാൽ ആ തല വെച്ച സ്ഥലം പശ്ചിമഘട്ടം. അത് രണ്ടും ക്ലിയർ ആയല്ലോ. അപ്പൊ കേരളത്തിന്റെ അതിർത്തികൾ നിങ്ങൾക്ക് മനസ്സിലായി. പടിഞ്ഞാറ് അറബിക്കടലാണ്, കിഴക്ക് പശ്ചിമഘട്ടമാണ്, വടക്ക് കിഴക്ക് ചോദിച്ചാൽ അത് കർണാടകമാണ് മുകളിൽ, അതേസമയം തെക്ക് കിഴക്ക് ചോദിച്ചാൽ തമിഴ്നാടാണ്. ഇനി അടുത്ത ഭാഗം വരുന്നത് കേരളത്തിലെ നമുക്ക് നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് കേരളത്തിലെ ജില്ലകളുടെ അതിർത്തി. അതുമായി ബന്ധപ്പെട്ട് കേരളം ആരൊക്കെയുമായിട്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങൾ, ഏതൊക്കെ ജില്ലകൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പോകും. അതിൽ നിങ്ങൾ ഓർക്കുക, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, ഇങ്ങനെ എത്ര സംസ്ഥാനങ്ങൾ? 8 സംസ്ഥാനങ്ങൾക്ക് തമിഴ്നാടുമായിട്ട് അതിർത്തിയുണ്ട്. അതിൽ വയനാടിന് 2മായിട്ട് അതിർത്തിയുണ്ട്. ഇപ്പൊ തമിഴ്നാടുമായിട്ട് അതിർത്തി വരുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ, വയനാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഏതൊക്കെയാ? ഏറ്റവും താഴത്ത് കിടക്കുന്ന തിരുവനന്തപുരം. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ആര് വരുന്നുണ്ട്? തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ അടുത്ത് ആരുണ്ട്? കൊല്ലമുണ്ട്. കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ പത്തനംതിട്ടയുണ്ട്. ഒരു സൈഡിൽ കിടക്കുന്ന കണ്ടില്ലേ? അങ്ങനെ നിങ്ങൾ ഈ മാപ്പ് ഒന്ന് നോക്കി പഠിച്ചിരിക്കണം. അപ്പോൾ കേരളത്തിന്റെ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നവര് ആരൊക്കെ ഉണ്ട്? തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നവര് ഒന്നാരാ? ഒന്ന് തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ഇടുക്കിയുണ്ട്, തൃശ്ശൂർ ഇടയെ കൂടെ ഒന്ന് വന്ന് നോക്കുന്നുണ്ട്. തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, മലപ്പുറമുണ്ട്, വയനാടുണ്ട്. നിങ്ങൾ ഒരിക്കലും എറണാകുളത്തിന്റെ പേര് ഇവിടെ എഴുതരുത്. എറണാകുളത്തിന്, ഇത് ഞാൻ മാപ്പ് വരച്ചത് തെറ്റാണ്, എറണാകുളത്തിന് തമിഴ്നാടുമായിട്ട് അതിർത്തി ഇല്ല കേട്ടോ. അപ്പൊ തമിഴ്നാടുമായിട്ട് അതിർത്തി ഉള്ളതിനെ ഈ മാപ്പ് വെച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ കയറുക. ഇഷ്ടംപോലെ നിങ്ങളുടെ മൊബൈലിൽ കേരളത്തിന്റെ ഒരു മാപ്പ് ചോദിച്ചാൽ കിട്ടും. അത് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. അത് 2, 3, 4 പ്രാവശ്യമൊക്കെ അങ്ങനെ നോക്കിയാൽ അത് ക്ലിയറായി. തമിഴ്നാടുമായിട്ട് അതിർത്തിയിൽ 8 ക്ലിയറായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കർണാടകയുമായിട്ട് അതിർത്തി, അത് കാസർഗോഡും കണ്ണൂരും ഏതുമാണ്? വയനാടുമാണ്. അപ്പൊ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ 3 ജില്ലകൾ നിങ്ങൾക്ക് ഒഴിവാക്കാലോ, അല്ല 2 ജില്ലകൾ നിങ്ങൾക്ക് ഒഴിവാക്കാലോ. ഏറ്റവും മുകളിൽ കിടക്കുന്ന ആര്? മാപ്പ് മനസ്സിലുള്ളപ്പോ കാസർഗോഡും കണ്ണൂരും. ഇനി ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് കോട്ടയം. കോട്ടയത്തിന് സമുദ്രാതിർത്തിയുമില്ല, സംസ്ഥാന അതിർത്തിയുമില്ല. ചുറ്റും മറ്റു ജില്ലകളാൽ ലോക്ക്ഡാണ്. മറ്റ് ജില്ലകളാൽ ലോക്ക്ഡ് ആയിട്ടുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. അതിർത്തി മറ്റ് ജില്ലകൾ മാത്രം, സമുദ്രാതിർത്തിയുമില്ല, എന്തതിർത്തിയുമില്ല. അതോർത്തു വെച്ചോ. അപ്പൊ കോട്ടയവും വരില്ല തമിഴ്നാടുമായിട്ട്. 3 ജില്ല പോയോ? ആകെ 14 ജില്ലയല്ലേ ഉള്ളൂ. 3 ജില്ല പോയല്ലോ. തമിഴ്നാടുമായിട്ട് അതിർത്തിയുള്ളതിൽ പോയത് പോയി, കണ്ണൂർ പോയി, കാസർഗോഡ് പോയി, അടുത്തത് കോട്ടയം പോയി. 3 പോയല്ലോ. ഇനി നിങ്ങൾ 2 കൂടി ആരുമായിട്ട് അതിർത്തിയില്ല എന്ന് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ആരെന്നെ കിട്ടും? തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നവരെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ജില്ലയുമായി മാത്രം അതിർത്തി ഉള്ളവർ, ഒരു ജില്ലയുമായിട്ട് മാത്രം അതിർത്തി. അതായത്
ഇപ്പം നോക്കൂ, തിരുവനന്തപുരത്ത് കൊല്ലം ജില്ലയുമായിട്ട് മാത്രമാണ് അതിർത്തി. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, കാസർഗോഡ് കണ്ണൂരുമായിട്ടാണ് അതിർത്തി. ഇതൊന്നും കോഡ് വെച്ച് പഠിക്കരുത്, ഇത് മാപ്പ് വെച്ച് പഠിക്കുക, നിങ്ങളുടെ മനസ്സിൽ കയറും. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ നമുക്ക് കിട്ടി. ഇനി കരയാൽ ചുറ്റപ്പെട്ട ജില്ലകൾ എന്ന് പറയുന്നത് ഏതാണ്? കര മാത്രമുള്ളത്, സമുദ്രാതിർത്തി ഇല്ലാത്ത ജില്ലകൾ ഏതാ അത് ചോദിക്കാറുണ്ട്. സമുദ്രാതിർത്തി ഇല്ലാത്ത ജില്ലകളാണ് ഒന്ന് വയനാട്ടിൽ സമുദ്രമില്ല, പാലക്കാട് സമുദ്രമില്ല, കോട്ടയം നമ്മൾ പറഞ്ഞു ജില്ലയാൽ ചുറ്റപ്പെട്ടതാണ്, ഇടുക്കിക്കും പത്തനംതിട്ടയ്ക്കും ഇല്ല. ഇതൊഴികെ ബാക്കിയുള്ളതിനൊക്കെ സമുദ്രാതിർത്തിയുണ്ട്. ഓക്കെ, ഇതാണ് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ജില്ലകൾ എന്ന് പറയുന്നത്. ഇതും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചത്. ഇനി സൂക്ഷ്മ അതിർത്തികളുടെ പേര് വന്നു കഴിഞ്ഞാൽ, സൂക്ഷ്മ അതിർത്തികൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, സൂക്ഷ്മ അതിർത്തികൾ ഏതൊക്കെയാ? സൂക്ഷ്മ അതിർത്തികൾ വരുമ്പോൾ മാഹി നിങ്ങൾ നന്നായിട്ട് ഓർക്കണം. ഈ മാഹി കേരളത്തിന്റെ ഉള്ളിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പുതുച്ചേരി എന്നുള്ള കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ 3 ഭാഗവും കേരളവും, മറുഭാഗം അറബിക്കടലുമാണ്. ഒരു ഭാഗത്ത് വടക്ക് കണ്ണൂർ ജില്ലയാലും തെക്ക് കോഴിക്കോട് ജില്ലയുമാണ്. മാഹിയുടെ വടക്ക് കണ്ണൂരും തെക്ക് കോഴിക്കോടുമാണ്. മനസ്സിലേക്ക് ഒന്ന് പതിപ്പിച്ചു വെക്കണം. അതും ചോദിക്കാറുണ്ട്. ഇനി മറ്റൊരു ചോദ്യങ്ങളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? മറ്റു ചില ചോദ്യങ്ങൾ നമുക്ക് വരാനുള്ളത്. ഒന്ന്, ഈ വയനാടും തമിഴ്നാടുമായിട്ട് അതിർത്തിയുള്ള പഞ്ചായത്ത് ചോദിക്കും. വയനാടും തമിഴ്നാടും അതിർത്തിയുള്ള ജില്ല ചോദിച്ചു വയനാട്. കർണാടകവും തമിഴ്നാടുമായിട്ട് അതിർത്തിയുള്ള ജില്ല ചോദിച്ചത് വയനാടാണ്. എന്നാൽ ഈ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ള പഞ്ചായത്ത് നൂൽപ്പുഴ പഞ്ചായത്താണ്. ആ നൂൽപ്പുഴ പഞ്ചായത്ത് എവിടെയാണ്? വയനാട്ടിലാണ്. ഇനി താലൂക്ക് ചോദിച്ചാൽ ഇത് സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ള ജില്ല വയനാട്, താലൂക്ക് സുൽത്താൻ ബത്തേരി. ഇനിയോ ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. ഗ്രാമം ചോദിച്ചാലോ മുത്തങ്ങ. ഈ മുത്തങ്ങ നിങ്ങൾക്കറിയാലോ. ആ മുത്തങ്ങയുടെ പ്രത്യേകത എന്താ? ആ മുത്തങ്ങയുടെ അടുത്താണ് ബന്ദിപ്പൂരുള്ളത്, അല്ലേ? ബന്ദിപ്പൂര്, അതുപോലെ തന്നെ മുതുമലൈ. മാത്രമല്ല NH 766 കടന്നു പോകുന്നത് ചോദ്യം വരാറുണ്ട്. NH 766 കടന്നു പോകുന്ന വന്യജീവി സങ്കേതങ്ങളാണിത്. NH 766 കോഴിക്കോട് മൈസൂര്, കാലിക്കറ്റ് മൈസൂർ NH 766 കടന്നു പോകുന്ന NH 766 കടന്നു പോകുന്നതും കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ഇതുവഴി കടന്നു പോകുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് LDC LGS ആണ് 2027 ക്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളൊരു കോഴ്സ് ഉണ്ട്. കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി 8075963937. അല്ലെങ്കിൽ ഞാനിതിൽ ലിങ്ക് തന്നിട്ടുണ്ട്, ആ ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് കാണാം. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഒന്ന് കണ്ട് ഉറപ്പിച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് വരാം. 1999 രൂപയ്ക്ക് നിലവിൽ കിട്ടും. ലൈവ് ക്ലാസ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്, AI ടീച്ചർ ഉണ്ട്, നേരിട്ട് സംശയം ചോദിക്കാം, മോക്ക് എക്സാം ഉണ്ട്. ഓരോ യൂണിറ്റ് ഇങ്ങനത്തെ ഒരു ക്ലാസ് അവിടെ കഴിഞ്ഞു വെച്ചാൽ ഉടൻ പിറ്റേ ദിവസം അവർക്ക് എക്സാം ആണ്. 2 ക്ലാസ് കഴിഞ്ഞു വെച്ചാൽ 2 എക്സാം. അതിൻ്റെ PDF ഇതുപോലെ മനോഹരമായ PDF കിട്ടും, സ്ക്രോൾ ചെയ്യാൻ പറ്റാവുന്ന നോട്ട് കിട്ടും, സംശയങ്ങൾ ചോദിക്കാൻ AI ടീച്ചറെ കിട്ടും. അപ്പം തന്നെ എക്സാം പലതവണ ചെയ്ത് പ്രാക്ടീസ് ആകാം. കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യും LGS. മാത്രമല്ല പ്രോഗ്രസ് ട്രാക്കർ ഉണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ രീതി ശരിയാണോ എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയെന്ന്. കാരണം നമ്മൾ ഓരോന്നിനും ഇതുപോലത്തെ ഒരു ക്ലാസ് കഴിഞ്ഞ എക്സാമാണ്. ഓക്കെ, അങ്ങനെയാണ്. PSC ഫോക്കസ്ഡ് ആണ്. വേണ്ടാത്തതൊന്നും പഠിപ്പിക്കില്ല, വേണ്ടതേ പഠിപ്പിക്കൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ പഠനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ 1999 രൂപയുള്ളൂ. കൂടുതലുള്ള പൈസയാണെന്ന് പറയരുത്. മറ്റ് സ്ഥാപനങ്ങളും 2000 രൂപ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പോ നിങ്ങൾക്ക് സംശയം ചോദിക്കാനോ ഒന്നും 1000, 2000, 10,000 കുട്ടികളായിരിക്കും. ഞങ്ങൾക്ക് കുറച്ച് കുട്ടികളേ ഉള്ളൂ. നിങ്ങൾക്ക് നേരിട്ട് സംശയം ചോദിക്കാം, സംസാരിക്കാം. അവരതിനെ പേഴ്സണൽ മെൻറ്റർ എന്നാണ് വിളിക്കുക. മെൻറ്ററിങ് ഉള്ള ക്ലാസ് ആണ് ഈ 1999 എന്ന് പറയുന്നത്, അവരുടെ മെൻറ്ററിങ്. ഇനി ഇത് കൂടാതെ മെൻറ്ററിങ് ഉള്ള എൻ്റെ കോഴ്സ് വേറെ ഉണ്ട്. ഇനി ചേരണമെന്നില്ല. നിങ്ങളതിനെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ ഓരോന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പോകണം. നല്ലൊരു പേഴ്സണൽ കെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ കോഴ്സ് ഉണ്ട്. പക്ഷേ ഇത് സാധാരണ 9,000 തൊട്ട് 12,000 വരെ മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന കോഴ്സാണ്. ഇപ്പം നിങ്ങൾക്ക് 1999 കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.
അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള ഫ്രീ ക്ലാസ്സുകളും മറ്റു വിഭവങ്ങളും ഉണ്ട്. ടെലിഗ്രാം ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിലും വിഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ധാരാളം എക്സാമുകൾ എല്ലാ ദിവസവും എഴുതാനുള്ളതുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.